ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിന് ഒരിക്കൽ കൂടി കണ്ണീരണിയേണ്ടി വരികയാണ്. 7 ലോകവും 7 അത്ഭുതങ്ങളും 7 കടലും 7 വർണ്ണങ്ങളും കഴിഞ്ഞ് ഈ ലോകത്ത് 7 എന്ന സംഖ്യ അർഹതയോട് അലങ്കരിക്കപ്പെട്ടിരുന്നത് അയാളുടെ ദേഹത്തായിരുന്നു. അത് 7 നക്കം കൊണ്ടൊരാ ലോകം പോലും വളർന്നെടുത്ത 8ാമത്തെ മഹാത്ഭുതം അതായിരുന്നു റൊണാൾഡോ. സ്വപ്നത്തെ കാലുകൊണ്ടളന്നവൻ്റെ കരിയറിൽ നേടാവുന്നതെല്ലാം മുന്നേ അയാൾ നേടിക്കഴിഞ്ഞതാണ്. പലരുടെയും കണ്ണിലെ കരടായി സ്വപ്നങ്ങളെ കാർന്നു തിന്നുന്ന അർബുദമായും ചരിത്രങ്ങളെ ശിഥിലമാക്കുന്ന മഹാമേരുവിൻ്റെ യാഗങ്ങളെല്ലാം അടങ്ങാനുള്ള നേരമായി ഇൻസാരം. നരവീഴാത്ത മുടിയഴകും വാർദ്ധക്യം ബാധിക്കാത്ത തളർച്ച പടരാത്ത വയസ്സിലെന്നും അമാനുഷികെന്ന പ്രയോഗവും അവസാനിക്കാത്ത ആഴിയെന്നുമുള്ള വിശേഷണങ്ങൾക്കുമെല്ലാം അറുതിയായി കഴിഞ്ഞിരിക്കുന്നു. അതെ, റൊണോ എന്ന മഹാ അധ്യായം അവസാനിക്കുകയാണ്. ചില വിടപറച്ചിലുകൾക്ക് കണ്ണീരിൻ്റെ ആവശ്യമുണ്ടാകാറില്ല. അവയുടെ നിശബ്ദത തന്നെ എല്ലാ വികാരങ്ങൾക്കും പകരമാകാറുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന ആ മനുഷ്യൻ വെറുമൊരു ഫുട്ബോൾ താരത്തെ പോലെയായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് സ്വയം പരിശോധിച്ച് ഒന്നും ബാക്കിയില്ലെന്നുറപ്പിച്ച ഒരാളുടെ ശാന്തതയായിരുന്നു ആ മുഖത്ത്. നിങ്ങളാരും ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല അല്ലേ? ആ ചോദ്യം കേട്ട നിമിഷം പലരും ഒന്ന് ചിരിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഇന്ന് അതേ വാക്കുകൾ നെഞ്ചിൽ ഭാരമായി കിടക്കുകയാണ്. കാരണം ഇന്നത്തെ മത്സരത്തോടെ ഒരു ടൂർണമെൻറ്റ് മാത്രമല്ല അവസാനിക്കുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ അധ്യായങ്ങളിൽ ഒന്നിൻ്റെ അവസാന വരി കൂടിയാണ് എഴുതപ്പെട്ടത്. സ്പെയിൻ ജയിച്ചു, സ്കോർ ബോർഡ് അത് രേഖപ്പെടുത്തിയും കഴിഞ്ഞു. പക്ഷേ സ്കോർ ബോർഡുകൾക്ക് ചരിത്രം എഴുതാൻ അറിയില്ലല്ലോ. ചരിത്രം എക്കാലത്തും എഴുതുന്നത് കാലം മാത്രമാണ്. ആ കാലം ക്രിസ്ത്യാനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഗോൾ വേട്ടക്കാരനെയോ ഒരു കിരീട ജേതാവിനെയോ മാത്രമാകില്ല കാണുക. അസാധ്യമാണ് എന്ന് പറഞ്ഞ എല്ലാ അതിരുകളോടും വീണ്ടും വീണ്ടും വിയോജിച്ച മനുഷ്യനെയാണ് നിങ്ങൾക്ക് ദർശിക്കാനാകുക. കഴിവെന്ന വാക്കിനേക്കാൾ അർപ്പണബോധമാണ് വലുതെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മനുഷ്യനെ. തോൽവികളെ ന്യായീകരിക്കാൻ ഒരിക്കലും അയാൾ നിന്നിട്ടില്ല. പക്ഷേ വിജയങ്ങളെ ആഘോഷിച്ച് യാത്ര അവസാനിപ്പിക്കാനും കാത്തിരുന്നിട്ടുമില്ല. ഓരോ ദിവസവും വീണ്ടും വീണ്ടും സ്വയം തെളിയിക്കണമെന്ന വിശപ്പോടെ ജീവിച്ചൊരാളുടെ യാത്ര മാത്രമായിരുന്നു നാം ഇന്നോളവും അനുഭവിച്ചു തീർത്തത്. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പോലും ഇത്രയേറെ ആഴം തോന്നുന്നത്. എനിക്ക് നൽകാൻ കഴിഞ്ഞതിൻ്റെ പരമാവധി ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും വിജയം ലഭിക്കണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ പറയാനുള്ള ഭാഗ്യവും ലഭിക്കുകയില്ല. ഒന്നും ബാക്കിയാകാതെ ജീവിച്ചുവെന്ന്, ഒന്നും ഒളിപ്പിക്കാതെ പോരാടിയെന്ന്, സ്വപ്നത്തോടൊരിക്കലും വഞ്ചന കാണിച്ചിട്ടില്ല എന്ന് അങ്ങനെയാൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിലെ യാത്ര ഒരുപക്ഷെ അവസാനിച്ചിരിക്കാം. പക്ഷേ ഒരു ആരാധകൻ്റെയും ജീവിതത്തിൽ ചില മനുഷ്യർ വിരമിക്കാറില്ലല്ലോ. അവർ ഒരു ശീലമാകും, ഒരു ഓർമ്മയാകും, ഒരു പ്രചോദനമാകും. ഇനി അങ്ങോട്ട് പന്ത് കാലില്ലാത്ത ദിവസങ്ങളിലും അവർ പഠിപ്പിച്ച മനോഭാവം അനേകരുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ക്രിസ്ത്യാനോ എന്ന പേര് ഒരു കളിക്കാരൻ്റെ പേരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ലല്ലോ. ലോകത്തിലെ സർവ്വചരാചരങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഇങ്ങനെ ദർശിക്കാം. അതൊരു വേറിട്ട മനോഭാവമാണ്. സ്വന്തം പരിമിതികളെ ഓരോ ദിവസവും വെല്ലുവിളിക്കുന്ന ധൈര്യത്തിൻ്റെ മറ്റൊരു പേരാണത്. എന്തിനും നേരിടാനുള്ള ശക്തിയും കൂടിയാണ്. തോൽക്കാൻ മനസ്സിലാത്ത ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. തിരിച്ചു വരാനുള്ള ഉത്തേജകമാണ്. തോൽക്കാതിരിക്കാൻ ധമനികളിലേക്ക് കുത്തിയിറക്കാൻ അനുയോജ്യമായ ഇന്നോളം ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ലഹരിയും കൂടിയാണ്. റൊണോ, ഇന്ന് നിങ്ങൾ മടങ്ങുകയാണ്. ശൂന്യമായ കൈകളായിട്ടല്ല നിങ്ങൾ മടങ്ങുന്നത്. അസംഖ്യം റെക്കോർഡുകളും അനവധി കിരീടങ്ങളും കോടിക്കണക്കിന് ഹൃദയങ്ങളും നിന്നോടൊപ്പമുണ്ട്. ഇനിയും ഫുട്ബോൾ മുന്നോട്ട് പോകും. പുതിയ മുഖങ്ങൾ വരും, പുതിയ ഇതിഹാസങ്ങൾ പിറവിയെടുക്കും. എന്നാൽ ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് രൂപം നൽകിയ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു പേരും പുനർജനിക്കില്ല. കാരണം ചിലർ ഫുട്ബോൾ കളിക്കും, ചിലർ ഫുട്ബോൾ ജയിക്കും, വേൾഡ് കപ്പുകൾ നേടി പൂർണ്ണത നേടിയെന്ന് വാദിക്കും. പക്ഷേ വളരെ വിരളമായ ചിലർക്ക് മാത്രമേ ഫുട്ബോളിൻ്റെ അർത്ഥമായി മാറുവാൻ കഴിയൂ. ആ അർത്ഥത്തിന് ഇന്നും എന്നും ഒരൊറ്റ പേര് മാത്രമാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. ഇനി വരുന്ന തണുത്ത രാത്രികളിൽ ഇനിയില്ല പോർച്ചുഗൽ ജേഴ്സിയിൽ ഉയർന്ന ചാട്ടവും ഷൂ എന്ന അട്ടഹാസവും.
മദീനയിൽ നിന്നും വന്ന് ലോകത്തിലെ സർവ്വ മനസ്സുകളുടെയും പൾസുകളിൽ കടന്നു കിടക്കുന്ന മഹാമേരു ഇന്ന് അവസാനിക്കുകയാണ്. അത് എനിക്കറിയാം. നീറുന്ന മനസ്സുമായി ഞാനത് അംഗീകരിക്കുകയാണ്. താങ്ക് യു ഗോഡ്. ഇന്നോളം കനിഞ്ഞു നൽകിയ നിമിഷങ്ങൾക്ക് നന്ദി ഋണം. ഇന്നോളം ഭ്രമിപ്പിച്ചതിന് ശിരസുയർത്തി തന്നെ നിങ്ങൾ മടങ്ങേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിന് ഒരിക്കൽ കൂടി കണ്ണീരണിയേണ്ടി വരിക.